കോഴിക്കോട് തന്നെയാണ് സ്വദേശം. ഈ ഒരു ബിസിനസ്സിലേക്ക് 2020 ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള സോണൽ ടീം കോർഡിനേറ്റർ ഇമ്രാൻ സാറ് പരിചയപ്പെടുത്തി. സാറിനും അതൊരു ഭാഗ്യം കിട്ടി. കാരണം ലതാമേടായിരുന്നു ഒന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അപ്പം ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു മോർണിംഗ് മീറ്റിൽ രാവിലെ വന്നിട്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇന്ന് ഈ ഒരു മോർണിംഗ് മീറ്റിൽ നിങ്ങളൊക്കെ ഇന്ന് ഇരിക്കുന്നത് പോലെ 2020-21 കാലഘട്ടങ്ങളിൽ മോർണിംഗ് മീറ്റുകളൊക്കെ തുടങ്ങിയ ഒരു സമയമായിരുന്നു. കാരണം കണ്ടെയ്ൻമെന്റ് സോണ്, കോവിഡ്-19 എന്ന പല പേരിലും നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അന്നാണ് ഈ മൊബൈലില് സൂം ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതും അതിലൂടെ നമുക്ക് ബിസിനസ് പരിചയപ്പെടുത്താം, അതല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. കാരണം ഈ ഒരു സൂം ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അറിയില്ലായിരുന്നു ഇതിലൂടെ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു വലിയ ലെവലിലേക്ക് ഒരു ബിസിനസ് വളർത്താൻ പറ്റും എന്ന് പോലൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ സാധാരണ ആളുകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരു വലിയൊരു ജീവിതം, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈല് തുറന്നു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2020-21 കാലഘട്ടങ്ങളിൽ ഇതേ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഇന്ന് ഈ ഒരു ബിസിനസ് എന്താണ് എന്നുള്ളതും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇരുന്നു കൊടുത്തതിന്റെ ഒരൊറ്റ കാരണമാണ് നിങ്ങളെ മുന്നിലിരിക്കുന്ന ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ചിലവാക്കുന്ന ഈ ഒരു സമയം നാളുകളിൽ നിങ്ങൾക്ക് വലിയ വലിയ വില നൽകുന്ന, അതല്ലെങ്കിൽ നാളുകളിൽ പല ആളുകൾക്കും ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഇതേപോലെ പല മേഖലകളിൽ പോയിട്ട് പല പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആ ഒരു കമ്പനിയുടെ ഭാഗമായി മാറിയതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഇന്നൊരു ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്ന പേരിലേക്കൊക്കെ എത്താൻ, അല്ലെ, മറ്റു നമുക്ക് ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് എന്നുള്ള പേരൊന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ, എനിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിച്ച ഒരു വാല്യൂ ഒക്കെ എനിക്ക് കിട്ടുമോ എന്ന് ചിന്തിച്ചൊക്കെ ഉള്ള ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ ഞാനും നിങ്ങളും ചിന്തിച്ചതിനെക്കാട്ടൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാനും പറ്റുന്ന ഒരു വലിയൊരു അവസരത്തിലേക്കാണ് നമ്മളെ അറിഞ്ഞോ അല്ലാതെ ദൈവത്തിന്റെ കരസ്പർശം ഏറ്റിട്ടുള്ള, അതല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു നോട്ടം എത്തിയിട്ടുള്ള ഈ ഒരു കമ്പനിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത് നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുക. ഇന്ന് നിങ്ങളെ കൈപിടിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകള് ദൈവത്തിനെ പോലെ, ദൈവതുല്യമായിട്ട് കാണുന്നത് പോലെ, ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ആ ആളോട് കാണിക്കാനുള്ള ഒരു നന്ദി. നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി വേണം എന്നുള്ളത്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഒരുപാട് പേഴ്സണാലിറ്റിയാണ് മാറാൻ പറ്റുന്നത്. ഒരു പക്ഷേ വേറൊരാളെയും ഒരു മാനസികമായിട്ട് ഒന്ന് അംഗീകരിക്കാത്ത പ്രകൃതക്കാരാവാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാവാം, എന്തോ ആവട്ടെ, അതൊക്കെ മാറ്റി നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് സത്തേറിയിട്ടുള്ള ഒരാളാക്കി മാറ്റാൻ ഒരു ഒരു സാധനം നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ഒരു വാല്യൂ ഉള്ള ഒരു സാധനമാക്കി മാറ്റുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മാക്സിമം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മനസ്സും ഒരു ശരീരവും നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ളത് ഈ ഒരു MI ലൈഫ്സ്റ്റൈലിലൂടെ നടക്കും എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും എന്റെ വരവ് 2020
2019 ഡിസംബറിലാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് കേൾക്കുന്നത്. ഇത് കേൾക്കുന്നതിന്റെ മുമ്പേ നിങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മൈലേജ് സ്റ്റൈൽ നൊറേഷൻ പറയാറുണ്ട്. ഒരു ബന്ധുവോ സുഹൃത്തുവോ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്താ പറയാ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ബന്ധുവോ ഒരു സുഹൃത്തോ ഒന്നല്ല എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. തികച്ചും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള, ഇന്ന് പാലാഴി സ്വദേശിയായിട്ടുള്ള റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന നമ്മുടെ നാഷണൽ ടീം കോർഡിനേറ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ഷഫീഖ് പാലാഴി എന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഈ ഒരു അവസരം തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എന്നും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഡിജിറ്റൽ ആണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ആണെങ്കിലും വരുന്ന സമയത്ത് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു ബിസിനസ് അവസരം തന്നതിന് നന്ദി എന്നുള്ളത് എപ്പോഴും അത് സാറിന് അർപ്പിക്കാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരു നന്ദിയുള്ളവനാവുക എന്നുള്ളത് ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം അത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു അറിവാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാണ്. അപ്പം ആ ഒരു 2019 ഡിസംബറിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള എനിക്ക് ഈ ഒരു, നമ്മളെപ്പോഴും പറയാറുള്ള പല ആളുകളും ബുദ്ധിമുട്ടിച്ചിട്ടോ അതല്ലെങ്കിൽ അവരെയൊക്കെ തള്ളി കൊണ്ടുവന്ന് ഇരുത്തിയതായിരിക്കാം മോർണിംഗ് മീറ്റിലാണെങ്കിലും ഫിസിക്കലി മീറ്റിംഗിലാണെങ്കിലും. എന്നാൽ ഞാൻ അങ്ങനെ ഒന്നല്ല വന്നത്. ഒരു ഫേസ്ബുക്കിലൂടെയുള്ള ഒരു കണക്ഷനിലൂടെയാണ് ഞാൻ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഷെഫീഖ് സാറിലൂടെ എന്റെ കയ്യിലേക്ക് എത്തുന്നത്. 2020 എല്ലാ ആളുകളും നമുക്കറിയാം, കണ്ടെയ്ൻമെന്റ് സോണ്, കോവിഡ് ഒക്കെ പല ആളുകളും 10-21 ദിവസം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടേക്ക് പല ആളുകളും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളും ചക്കനെ കുരുവിനെ കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടും പല ആളുകളും പല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു മാല കഴുത്തിൽ അണിഞ്ഞുകൊണ്ട്, എന്ന് പറയുകയാണെങ്കിൽ ഒരു ID കാർഡ് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരുപാട് കോണ്ടാക്ട്സിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നിന്ന് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തതിന്റെ ഒരു ഫലമാണ് പ്രിയപ്പെട്ട ലീഡേഴ്സ് ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് റീജിയണൽ റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ഇന്ന് ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് താൻ പാതി ദൈവം പാതി എന്നുള്ളത് നമ്മൾ എപ്പോഴും വിശ്വസിക്കാറുണ്ട്. 50% ദൈവത്തിനുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു മറ്റുള്ള ആളുകളിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ നമ്മളെ കയ്യിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ 50% ദൈവത്തിന്റെ ആ ഒരു വർക്ക് ദൈവം എന്ത് ചെയ്തു, തീർത്തും ഫുൾഫില്ല് ചെയ്തു തരുന്നു. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള 50% സക്സസിലേക്ക് പോവാൻ, രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കർത്തവ്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കുക. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഈ പറയുന്ന അപ്ലൈൻ ലീഡേഴ്സ് നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും. മോർണിംഗ് മീറ്റ് 6 മണിക്ക് കിക്ക് സ്റ്റാർട്ട് മോർണിംഗ് മീറ്റ് ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു മോർണിംഗ് മീറ്റില് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സംശയത്തിന്റെ രീതിയിൽ നോക്കിക്കാണുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പല ലീഡേഴ്സിന്റെയും എക്സ്പീരിയൻസ് ഇവിടെ രാവിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന സമയത്ത് അത് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ്. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഇപ്പോഴും ഈ പറയുന്ന മോർണിംഗ് മീറ്റോ ട്രെയിനിങ്ങോ മീറ്റിങ്ങോ അറ്റൻഡ് ചെയ്യാത്ത, അതല്ലെങ്കിൽ ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് ഞാനിത് അറ്റൻഡ് ചെയ്തതല്ലേ എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ, ഓരോ ആളുകളും മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്നാണോ തുടങ്ങുന്നത്, ഈ ബിസിനസ്സുമായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്നും എന്തുകൊണ്ട് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം നമ്മൾ. അങ്ങനെ ട്രെയിൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങും മീറ്റിങ്ങും അനിവാര്യമാണ് സുഹൃത്തുക്കളെ. അത് ഡിജിറ്റലി ആണെങ്കിലും ശരി ഫിസിക്കലി ആണെങ്കിലും ശരി ട്രെയിൻഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് GTS, അതേപോലെ തന്നെ FSS ട്രെയിനിങ് പ്രോഗ്രാം, അതേപോലെ തന്നെ 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം, അതേ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, അതേപോലെ തന്നെ ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ, ഇങ്ങനെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനും എന്താണ് എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സാധിക്കുന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ലീഡർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് അറിയാത്ത
ഒരു കാരണം കൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത്. ഈ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് പോലും ഇപ്പൊ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായാലല്ലേ ഈ ബിസിനസ് മറ്റുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന പല ആളുകളും നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ഇപ്പോഴും ഇത് എന്താണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പക്ഷെ എങ്ങനെ മനസ്സിലാക്കാം, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. എങ്ങനെ ഈ ബിസിനസ് മനസ്സിലാക്കാം? മനസ്സിലാക്കാൻ ഒരേ ഒരു മാർഗം, ട്രെയിൻഡ് ആവുക. ഈ ബിസിനസ്സിൽ നമ്മളെ എഗെയിൻസ്റ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വസ്തുതകൾ പറഞ്ഞു കൊടുക്കാൻ ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കണം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത്, ഇന്നലെ നമ്മൾ ഓരോ ആളുകളും ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാൻ കേൾക്കുന്ന സമയത്ത് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഗറാണ് എന്ത്, 2,10,000. അപ്പൊ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നമുക്ക് എന്തായാലും വേണ്ടിയില്ല, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ 2,10,000 വാങ്ങും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളും, അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടോ അതല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിലൊക്കെ വലിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ പറയുന്ന മൈ ലൈഫ് സ്റ്റൈലിലൂടെ എത്തിപ്പെടുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇന്നലെ നമ്മുടെ പ്രബീഷ് സാറിന്റെ അതല്ലെങ്കിൽ ധനേഷ് മാധവൻ സാറിന്റെ ഒരു ഓർഗനൈസേഷനിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഗ്രേറ്റ് ലീഡർ ശ്രീജ മാഡം, നമുക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ഒരു ലേഡി, എനർജറ്റിക് അയൺ ലേഡി ലീഡറാണ്. സാധാരണ ഒരു വീട്ടമ്മ, അതേപോലെ തന്നെ ഒരു തയ്യൽ ജോലി, അതേപോലെ തന്നെ ആളുടെ ഹസ്ബൻഡ് ഒരു കൽപ്പണിക്കാരൻ, കോൺട്രാക്ട്, അങ്ങനെ പറയുന്ന മേഖലയിലുള്ള ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് 5-6 വർഷം കൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ പഠിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും കൂടെ നിൽക്കാനും പഠിച്ചതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നലെ കാക്കൂര് വെച്ചിട്ട് ആ ഒരു മേഡത്തിന്റെ ഒരു വലിയൊരു പ്രോഗ്രാം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ പേര് ആരംഭം എന്നുള്ളത്. പക്ഷെ നമുക്കൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടില്ല, വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ആദ്യം റിജക്ഷൻ, വേണ്ട, ഇത് വേണ്ട, ഇത് പോലീസ് കൊണ്ടുവന്ന പരിപാടിയാണ്, അതല്ലെങ്കിൽ ആൾക്കാരെന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും നെഗറ്റീവ്, പല ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നെഗറ്റീവായിട്ട് പോലും പിടിച്ചു നിന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് 2,10,000 എന്ന് പറയുന്ന ആ ഒരു ഫിഗർ വാങ്ങാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു പക്ഷേ ഈ ഒരു ബിസിനസ് കേൾക്കുന്നത് അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് മറ്റ് മേഖലയിലുള്ള പല ഇൻകം വാങ്ങിയിട്ടായിരിക്കാം, അതല്ല മറ്റ് മേഖലയിലൂടെ പ്രവർത്തിച്ചിട്ടായിരിക്കാം. പക്ഷെ ഒറ്റ കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഈ ബിസിനസിന്റെ ഒരു സിസ്റ്റം, ഈ ഒരു ബിസിനസിന്റെ ഒരു സിസ്റ്റം പ്രവീൺ സാറ് നമുക്ക് ഈ ഒരു ബിസിനസിന് സിസ്റ്റം തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് കണക്ട് ആവുക, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവാൻ നമ്മുടെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ടീം AIG, അതല്ലെങ്കിൽ ടീം കോൺഫിഡൻസ് ഇന്റർനാഷണൽ എന്ന ഈ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എഡ്യൂക്കേഷന്റെ ഭാഗമായി മാറാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഈ പറയുന്ന 2,10,000 എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ഫിഗർ ഒരു 5, 6, 7 കൊല്ലം കൊണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്കും വീക്കിലി വരും എന്നുള്ളത് നിങ്ങൾ പരിപൂർണമായിട്ടും ഇന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ കണ്ടതിന് വിശ്വസിക്കുക, നമ്മൾ അനുഭവിക്കുന്നതിന് വിശ്വസിക്കുക, മറ്റുള്ള ആളുകൾ പറയുന്നതിന് നമ്മൾ വിശ്വസിക്കേണ്ട. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് എന്ത് വാങ്ങി? 2,10,000 വാങ്ങി. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ അറിവും ബോധവും, നമ്മൾ പറയുന്നത് പോലെ വരുമാനവും ഹെൽത്തും അതേപോലെ തന്നെ സമയവും ടൈം ഫ്രീഡവും എല്ലാം കൊടുത്തു. ഇന്ന് നമുക്ക് വേണ്ടതാണ് ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള സമയവും കൂടി നമുക്ക് വേണം, അല്ലെ? പല ആളുകളും കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കാറില്ല. എന്നാൽ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന 3 കാര്യങ്ങളും, എന്ന് ആരോഗ്യം, അത് കഴിഞ്ഞാൽ സമ്പത്ത്, 3 നമുക്ക് സമയം, ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും,
നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമോഷണലി ഈ ഒരു ബിസിനസ് ചെയ്യരുത്. നമ്മൾ എല്ലാ ആളുകളും ഇമോഷണലി വന്നിട്ടുള്ള ആളുകളാവാം, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വന്നിട്ടുള്ള ആളുകളാവാം. നമ്മൾ ഇമോഷണലി ബിസിനസ് ചെയ്യരുത്. അതേപോലെ തന്നെ മെന്റലി ബിസിനസ് ചെയ്യരുത്. ചില ആളുകളുണ്ട്, അപ്ലൈൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീം നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്തിന് ഞാൻ ഈ പരിഗണിക്കുന്നില്ല, എന്തിന് ഞാൻ ഇത് ചെയ്യണം, ഞാൻ അവൻ പറയുന്നത് കേൾക്കണോ, ഇവൻ പറയുന്നത് കേൾക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിച്ചു പോലും. നമ്മൾ ഇവിടെ എന്ത് രീതിയിലാണ് ചെയ്യേണ്ടത്? ബുദ്ധിപരമായിട്ട് ഈ ബിസിനസ് ചെയ്യേണ്ടത്, ബുദ്ധിപരമായിട്ട് ബിസിനസ് ചെയ്യാം. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ജീവിതത്തിലോ ട്രഡീഷണലോ ഒക്കെ ഒന്നും അനുഷ്ഠിക്കാത്ത പല കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ, ഡയറക്ട് സെല്ലിംഗ്, അതല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു വിജയ മന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇവിടെ ഒരുപാട് ട്രെയിനിങ്ങുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീം. AIG അതല്ലെങ്കിൽ ടീം ഇന്റർനാഷണൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഈ വരുന്ന 28/12/2025 കോഴിക്കോട് കേസരി ഭവനിൽ വെച്ചിട്ട് നമ്മുടെ AIGയിലുള്ള നമ്മുടെ ധനേഷ് മാധവൻ സാറിന്റെ ടീമിൽ ഒരു ട്രെയിനിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഒരു ന്യൂക്കമർ ആയിട്ടുള്ള ആളുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ എൻട്രി കിട്ടുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വെക്കുന്നത്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്നും അതിന് പേര് കൊടുക്കാത്ത, ഇന്നും അതിന് രജിസ്ട്രേഷൻ കൊടുക്കാത്ത പല വ്യക്തിത്വങ്ങളും നമ്മളെ ടീമിൽ ഉണ്ടാവാം. എന്നാലോ ഈ വന്നിട്ടുള്ള ആളുകളൊക്കെ ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടാൻ വന്നിട്ടുള്ള ആളുകളാണ്. എങ്ങനെ രക്ഷപ്പെടും സുഹൃത്തുക്കളെ? നമുക്ക് ഒരു ഒരു ഡിസിഗ്നേഷൻ നമുക്ക്, അതല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക്, അങ്ങനെ ഓരോ കാറ്റഗറിയും നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വേ നമ്മളെ കയ്യിൽ വേണ്ടേ? അങ്ങനെ ഒരു വേ ആണ് നമുക്ക് ഈ ട്രെയിനിങ്, ഈ ഒരു FSS. അപ്പൊ അതിന് ഇപ്പോഴും പേര് കൊടുക്കാത്ത നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ഒരു റീജിയണൽ റാങ്കിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, എന്റെ അപ്ലൈൻ ഇതേപോലെ ഒരു ട്രെയിനിങ്ങിന് വിളിച്ച സമയത്ത് ഞാൻ ആ ആളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നു ഷെഫീഖ് സാറേ, ഈ സോപ്പും പേസ്റ്റും വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു RTP ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്, റെസിഡൻഷ്യൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ളത്. കാരണം എന്റെ ഈഗോ എന്നത് തന്നെ പറയിപ്പിച്ചത്, സോറി, നമ്മളെ ഈഗോ ആണ്, അല്ലെങ്കിൽ എന്റെ ഈഗോ ആണ് നമ്മളെ കൊണ്ട് അന്ന് പറയിപ്പിച്ചത്. ഞാൻ ചിന്തിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ സോപ്പും പേസ്റ്റും വെക്കാൻ എന്തിനാ ഞാൻ വയനാട്ട് കയറിയിട്ട് 2 ദിവസത്തെ RTP ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം? അതിന്റെ ആവശ്യം എനിക്കില്ല. 10-14 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാരണം കോഴിക്കോട് സിറ്റിയിൽ ഒരു ഗേറ്റ് വേ ടൂറിസം ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. 10-14 ആൾക്ക് ജോലി കൊടുക്കുന്ന എനിക്ക് എന്തിനാണ് ഒരു സോപ്പും പേസ്റ്റും വെക്കാൻ ഒരു ട്രെയിനിങ്? അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് എന്റെ അപ്ലൈ എന്നോട് പറഞ്ഞു, അതല്ല സാറേ, സാർ എന്ത് ചെയ്യാം, സുമേഷ് ഏട്ടാ, നിങ്ങളൊന്ന് RTP ട്രെയിനിങ് വയനാട്ടിൽ വന്ന് കേൾക്കണം. അതിന്റെ പേയ്മെന്റ് 2000 ആണ്. ആ 2000 ഞാൻ കൊടുത്തോളാം, എന്നാലും വേണ്ടിയില്ല, നിങ്ങളൊന്ന് വന്ന് കേൾക്കണമെന്ന്. അങ്ങനെ ഞാൻ അന്ന് മനസ്സോടെ എന്റെ ഈഗോ തലയിൽ കയറ്റി വെച്ചിട്ട് ഞാൻ അന്ന് അവിടെ പോയി ഇരുന്ന് രാവിലെ ഇരുന്ന സമയത്തൊക്കെ എനിക്ക് ആ ഒരു മനോഭാവം തന്നെയായിരുന്നു. അവിടുന്ന് ഒരു 1-2-3 മണിക്കൂർ ഒരു സെഷൻ, സ്കോപ്പ് ഓഫ് MLM, നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ ധനേഷ് മാധവൻ സാറിന്റെ ആ സ്കോപ്പ് ഓഫ് MLM കേട്ട സമയത്ത് മനസ്സിലായി, ട്രഡീഷണൽ ബിസിനസ്സിലുള്ള ബുദ്ധിയല്ല എവിടെ വേണ്ടത്, ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന 133 ആളുകളോട് ഞാൻ പറയാണ്, നമ്മുടെ ബുദ്ധിയല്ല ഇവിടെ രക്ഷപ്പെടുന്നത്. നമ്മളോടൊപ്പം വരുന്ന ഒരുപാട് ആളുകളുടെ എനർജിയും എഫേർട്ടും, അതോടൊപ്പം നമ്മുടെ AIGയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും ഈ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിജയമന്ത്രങ്ങൾ നമുക്ക് ആറ്റിക്കുറുക്കി നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ലീഡേഴ്സ്. അതൊന്ന് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവും. ആ ഒരു ട്രെയിനിങ്ങുകൾ സ്വീകരിക്കാനുള്ള മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ 2-3 ഇയേഴ്സിനെ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ വിശ്വസിക്കാം. ഐ ആം ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ്, നമ്മൾ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. നമ്മളെ ഈഗോ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചിന്തകൾ, ഒരു ദുഷ്ചിന്തകൾ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പാടെ പിഴുതെറിഞ്ഞ് ഒരു കുട്ടിയുടെ മനോഭാവത്തോടു കൂടി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ
2025 അവസാനിക്കുന്നുണ്ടെങ്കിൽ 2026 പിറക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ടേക്ക് 2-3 കൊല്ലം കൺസിസ്റ്റൻസി ആയിട്ട് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നമ്മൾക്കും നമ്മളെ പോലെയുള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അച്ചീവ്മെന്റുകളും മക്കും നിങ്ങൾക്കും ഏറ്റുവാങ്ങാൻ, അതല്ലെങ്കിൽ നിങ്ങൾക്കും സ്വായത്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു മെസ്സേജ് സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം പല ആളുകളും ഇവിടെ വന്നിട്ട് ഒരു മുൻവിധികളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു പ്ലാൻ കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ ഒരു വ്യക്തിക്ക് ആലപ്പുഴയുള്ള ഒരു വ്യക്തിനെ ഞാൻ കോഴിക്കോട് വെച്ച് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. കാരണം നമ്മളെ കിലുക്കം എന്ന സിനിമയില് നമ്മളെ ലോട്ടറി ടിക്കറ്റിന്റെ ആ ഡിജിറ്റ് പറയുമ്പോ അതൊക്കെ ഞാൻ കുറെ കേട്ടതാണ്, പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞാല് ഞാൻ ഇതൊക്കെ കേട്ടതാണ്, ഞാൻ ഇതൊക്കെ കണ്ടതാണ് എന്നുള്ള മനോഭാവം. പക്ഷെ ഞാൻ ഈ ഒരു ബിസിനസിന്റെ പ്ലാനിലൂടെ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്തപ്പം ആള് നൈസായിട്ട് മാറാൻ തുടങ്ങി. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാം. നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ഏതോ ആളുകളാവട്ടെ, ഏതോ പ്രൊഫൈലുള്ള ആളുകളായിട്ടെ, പക്ഷെ ഡയറക്ട് സെല്ലിംഗ് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഡയറക്ട് സെല്ലിംഗിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഡയറക്ട് സെല്ലിംഗിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ അത് വസ്തുതകളോട് കൂടിയിട്ട് പറയുന്ന സമയത്ത് ഏതാളും ഇതിന്റെ പ്ലാനിന്റെ മുകളിലും ഇതിന്റെ പ്രൊഡക്ഷന്റെ മുകളിലും എന്ത് ചെയ്യും, യെസ് ഞാൻ സറണ്ടർ ആവുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്താൻ നമുക്ക് കഴിയും. പക്ഷെ അത് എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുത്തിട്ടല്ല, അതിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റാർ, റൂബി, TC, LTC എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ എടുത്തിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കൂല. നമ്മൾ തുടക്കത്തില് ഞാനൊക്കെ പറയാറുണ്ട്, രാവിലെ ഏർലി മോർണിംഗ് എണീറ്റിട്ട് ടുഡേ വർക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ട് ഗ്രൂപ്പിലിട്ടു. രാത്രി കാലങ്ങളിൽ 2020 കാര്യമാണ് പറയുന്നത്, രാത്രി ഒരു 11 മണിയാകുമ്പോ 11:30 മണിയാകുമ്പോ ടുഡേ വർക്ക് ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഗ്രൂപ്പിലിട്ടു. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ അന്നൊന്നും ഈ പ്ലാൻ ഒന്നും പറയാൻ അറിയില്ല, ഒരു അച്ചീവ്മെന്റ് കാണിക്കാനില്ല, ഒരു റാങ്ക് കാണിക്കാനില്ല, വരുമാനം കാണിക്കാനില്ല. പക്ഷെ അടങ്ങാത്ത ആവേശം ഉണ്ടായിരുന്നു അന്നത് ചെയ്യുന്ന സമയത്ത്. കാരണം നേരത്തെ ചെയ്തു പോയിട്ടുള്ള ബിസിനസ്സിൽ പരാജയപ്പെട്ടു. ഒരുപാട് ട്രെയിനിങ്ങിലും മീറ്റിംഗിലും ഇരുന്ന സമയത്ത് മനസ്സിലായി 2-3 ഇയേഴ്സ് കൺസിസ്റ്റൻസി ആയിട്ട് ഈ ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുന്നുള്ളത്. അങ്ങനെ അന്ന് എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് ആണ് ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള പേരുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഫീൽഡിൽ ഇറങ്ങുക. ഫീൽഡിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയാറുണ്ട്, മറ്റുള്ള ആളുകൾ വന്നിട്ടുള്ള വോളിയത്തിന്റെ കണക്ക് നമ്മൾ പറയണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തിട്ട് വോളിയം ഉണ്ടാക്കിയെടുക്കുക. കള പറിക്കുക അല്ലെ, കള പറിക്കാൻ ആരിറങ്ങണം, കർഷകനെ ഇറങ്ങണം. കർഷകൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വിള ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ മണ്ണിലേക്ക് ഇറങ്ങുക, ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ മാറ്റിവെക്കുക. ഞാൻ ATC ആണ്, ഞാൻ TTC ആണ് ഒക്കെ മാറ്റിവെക്കുക. നമുക്ക് അങ്ങനെയുള്ള റാങ്കുകളൊക്കെ അലങ്കാരമാണ്. സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട്, റെക്കഗ്നൈസേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് അലങ്കാരം മാത്രമേ ഉള്ളൂ. വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോകണം. അത് ഏത് മേഖലയിലാണ് പോട്ടെ സുഹൃത്തുക്കളെ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മേഖലയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണം. എന്നാൽ ഡയറക്ട് സെല്ലിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണ്ട, നമ്മൾ ഒരു ടീമായിട്ട് പോകും. അങ്ങനെ ടീമായി പോയി കഴിഞ്ഞാൽ നാളുകളിൽ നമ്മൾ മറ്റുള്ള മേഖലയിൽ നമുക്ക് ആക്റ്റീവ് ഇൻകം ആണ് കിട്ടുന്നത്. എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ പാസീവ് ഇൻകം അനുഭവിക്കാൻ പോകുന്നത്. പാസീവ് ഇൻകം നമ്മൾ ജോലി ചെയ്യാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെ ജനിച്ച നമ്മൾ ഈ പറയുന്ന ജീവൻ എടുത്തു പോകുന്നത് നമ്മളെ പോവുള്ളൂ സുഹൃത്തുക്കളെ. നമുക്ക് കിട്ടുന്ന ഈ വരുമാനം ആർക്ക് മാറുകയാണ്, ഒരു നോമിനിക്ക് മാറുകയാണ്. അപ്പൊ പാസീവ് ഇൻകം, ഒരു പാസീവ് ഇൻകത്തിന് പാഷനായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മൈ ലൈഫ് സ്റ്റൈൽ. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട പറയുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൈപിടിച്ച് വന്നിട്ടുള്ള നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർമാര് നമ്മളെ ഈ ഒരു വരുമാനത്തിൽ അവരെന്ത് ചെയ്യും, മുന്നോട്ട് റൺ ചെയ്യും. അത് കഴിഞ്ഞാൽ അവര് പോകുന്ന സമയത്ത് അടുത്തൊരു ജനറേഷനിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാണ്. 3 തലമുറയ്ക്ക് നമ്മളെ ഈ ഒരു വരുമാനം കിട്ടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 24 മണിക്കൂറും അതല്ലെങ്കിൽ ഒരു 10 മണിക്കൂറും സീരിയസ് ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ 20,000, 10,000, 25,000 കിട്ടുന്ന ജോലിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ സിൻസിയർ ആയിട്ട് പോകുന്നത്. അതും നമ്മള്
സ്വന്തം സ്ഥാപനത്തിലേക്കല്ല, ആരോ സ്ഥാപനത്തിലേക്ക് നമ്മൾ പോവാണ്. സിൻസിയർ ആയിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട്, അവനവന്റെ സ്വന്തം സെൽഫ് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആ ഓണറിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവിടുന്ന് കിട്ടാനുള്ള 20,000 25,000 വേണ്ടിയിട്ട് നമ്മൾ സിൻസിയർ ആയിട്ട് പോവാണ്. എന്നാൽ ഈ ബിസിനസിന്റെ പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബിസിനസിന്റെ പ്ലാന് നമ്മളെ തലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരു മേഖലയിലേക്ക് നമ്മൾ പോകില്ല. നമ്മുടെ സമയം നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ സമയം നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ന് നമ്മുടെ സമയം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മൈൽ എക്സ്റ്റേറ്റിനെ പറ്റി ഒരാളോട് പറയുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ള പുറമേയുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കുകയാണ്. ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്, ആളെ കിട്ടുന്ന പരിപാടിയാണ്, മണി ചെയിൻ ആണ് ഉപയോഗിച്ചു. കഴിഞ്ഞ റീസെന്റ് കിട്ടിയിട്ടുള്ള ഒരു നെഗറ്റീവ്, കമ്പനി 13 വർഷമായിട്ട് തുടങ്ങിയിട്ട് ആളുകൾക്ക് സൈഡ് എഫക്ട് വരാനായിട്ടേ ഉള്ളൂ. എന്തൊക്കെ കണ്ടുപിടുത്ത സുഹൃത്തുക്കളെ, 13 കൊല്ലമല്ല ആയിട്ടുള്ളൂ, ആളുകൾക്ക് സൈഡ് എഫക്ട് വരാനായിട്ടേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്രൊഡക്റ്റ് തികച്ചും ഒരു ശരീരത്തിലേക്ക് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് സർട്ടിഫിക്കേഷൻ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന, അതല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ പറ്റിയോ ബിസിനസിനെ പറ്റിയോ നെഗറ്റീവ് പറയുന്ന ആളുകൾ ഈ ബിസിനസ് എന്താണ് എന്ന് പോലും കേൾക്കാൻ ഇരുന്ന് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഈ ബിസിനസ് എന്താണ് എന്ന് പോലും കേൾക്കാൻ ഇരുന്ന് കൊടുക്കാത്ത മഹാ വ്യക്തികളാണ് ഇതിനെപ്പറ്റി നെഗറ്റീവ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് എന്താണ് എന്നുള്ളതും, ആളെ ചേർത്തുന്നാണോ പരിപാടി, മണി ചെയിൻ ആണോ എന്ന പരിപാടി എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെ മുഴുവനും നമുക്ക് എവിടെ കൊണ്ടുവരാൻ പറ്റും? നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതും, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഒരുപാട് കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും കമ്പനികൾക്ക് പോലും എന്ത് കൊടുത്തിട്ടില്ല? ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം കൊടുത്തിട്ടില്ല. പല പ്രൊഡക്റ്റിനും എത്ര ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. ഇന്ന് വളരെ ദുർലഭമായിട്ടുള്ള പ്രൊഡക്റ്റിന് മാത്രമേ കുറെ കമ്പനികൾക്ക് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അഭിമാനത്തോട് കൂടി പറയാം, 27ഓളം പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം കൊടുത്തിട്ടുള്ളത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം. അപ്പൊ ഇതൊക്കെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആവണം. ഓരോ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും കിട്ടുന്ന അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതി വെച്ചിട്ടോ അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ വേണം മുന്നോട്ട് യാത്ര ചെയ്യാൻ. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അറിവില്ലായിരുന്നു ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി. എന്ത് ഡയറക്ട് സെല്ലിംഗ്? എന്നെ കൊണ്ടുവന്നിട്ടുള്ള ആളെ പേര് പോലും ഞാൻ സേവ് ചെയ്ത് വെച്ചത് MLM എന്നാണ്. MLM സെപ്പി. അറിയൂല എന്താണ് MLM അന്ന്, എന്തോ കേട്ടിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും ഈ പറയുന്ന മണി ചെയിൻ എന്താണെന്നുള്ളതും രണ്ടും രണ്ടാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്നത് ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിരുന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതറിയാതെ എങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും? എന്നിട്ട് പല ആളുകളും ഇപ്പോഴും പറയുന്നത് എനിക്ക് ടീം ആവുന്നില്ല, എനിക്ക് വരുമാനമാവുന്നില്ല, എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും? 28-ാം തീയതി ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്, 3-ാം തീയതി അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് കൊടുക്കേണ്ട 350 രൂപ ബുക്കിന്റെ നടുക്ക് വെച്ചിട്ട് മൈൻപീന് വെച്ച് വിരിപ്പിക്കുമ്പോൾ കാത്തിരിക്കുകയാണ് ഈ 350 700 ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ആ പേയ്മെന്റ് ആർക്കും കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഓർഗനൈസേഷൻ നടത്തുന്ന ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോഴും എന്റെ ടീമില്, നിങ്ങളെന്റെ ടീമില്, എന്റെ ടീമിലാണെങ്കിലും അത് തന്നെയാണ് അനുഭവം. എന്നാൽ ഇത് നേരത്തെ വന്നിട്ടുള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് അറിവും ബോധവും കിട്ടിയിട്ടുള്ള, ഈ ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മളെ ലീഡർ പറയുന്നത് നമ്മളെ താഴെ തട്ടിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സുമേഷ് സാർ വന്നിട്ടുള്ളത്, ഷെഫീഖ് സാർ വന്നിട്ടുള്ളത്, ധനേഷ് മാധവൻ സാർ വന്നിട്ടുണ്ട്. കേവലം ഇതിനകത്തിരിക്കുന്ന പല റാങ്കിൽ ഇരിക്കുന്ന ആളുകളും ട്രെയിൻഡ് ആവാതെ അല്ല വന്നത് സുഹൃത്തുക്കളെ. ഒരു പക്ഷെ നമുക്ക് നല്ല PhD അതല്ലെങ്കിൽ PG പല ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഡയറക്ട് സെല്ലിംഗ് ചെയ്യാനുള്ള ക്വാളിറ്റി നമുക്ക് ആവണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിൽ ഇരിക്കാനാവാൻ സാധിക്കൂല, ട്രെയിൻഡ് ആവാൻ സാധിക്കൂല. ഞാനിത് ഊന്നി പറയുന്നത്, ഇപ്പോഴും നമ്മുടെ ടിക്കറ്റ് പല ആളുകൾക്കും കൊടുക്കണ്ടോ എന്നുള്ള ചിന്താഗതിയിൽ ലീഡേഴ്സ് നിൽക്കുന്നുണ്ട്. പുറമേക്ക് കൊടുക്കാൻ എന്തിനു സുഹൃത്തുക്കളെ? നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടാനല്ല 6 മണിക്ക് എഴുന്നേറ്റ് വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ചില ആളുകളുണ്ട് ഈ പറയുന്ന മോർണിംഗ് മീറ്റ് മാത്രം കേട്ടാൽ രക്ഷപ്പെടും. അങ്ങനെയുണ്ട്.
ഡിജിറ്റലി ചെയ്യാം. ഫിസിക്കലി ചെയ്യാതെന്നത് രക്ഷപ്പെടാനല്ല. ഡിജിറ്റലി 2019, 20, 21 കാലഘട്ടങ്ങളിൽ കോവിഡ് വന്നതുകൊണ്ട്, കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ ഇങ്ങനെ പോയി ഇരിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം അന്ന് ഉണ്ടാക്കി തന്നു. ഇന്നും ഇതിൽ ഇരുന്ന് മാത്രം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന സാധനം അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഇട്ടിട്ട് ഓർഡർ ഉണ്ടാക്കുക. എന്നിട്ട് ഇത് DPക്ക് എടുത്തിട്ട് MRPക്ക് വിറ്റിട്ട് അതിന്റെ റീറ്റെയിൽ ലാഭം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക. വേണം, വേണ്ട എന്നല്ല പറയുന്നത്. ടെക്നിക്കലായിട്ട് സ്മാർട്ട് വർക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ കള പറിക്കാൻ ഇറങ്ങണം സുഹൃത്തുക്കളെ, മണ്ണിൽ ഇറങ്ങണം, ഫീൽഡിൽ ഇറങ്ങണം. സീ മോർ പീപ്പിൾ, പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരണം. മാൻ പവർ റിക്രൂട്ട്മെന്റ് ചെയ്യണം. മാൻ പവർ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഡെവലപ്പ് ആവുള്ളൂ. പാസീവ് ഇൻകം വാങ്ങണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഡിജിറ്റലി ചെയ്താൽ കൊണ്ടൊന്നും പാസീവ് ഇൻകം കിട്ടില്ല സുഹൃത്തുക്കളെ. ഇറങ്ങി പണി എടുക്കല്ലാണ്ട് വേറെ രക്ഷല്ല. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാ? നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. നമ്മളെ സ്വന്തം ചോരയ്ക്കോ അതല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ പാർട്ട്ണറായി വന്നിട്ടുള്ള വൈഫിനോ അച്ഛനോ അമ്മയ്ക്കോ എല്ലാവർക്കും കൂടി ആസ്വദിക്കാനല്ലേ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് ഞാൻ പറഞ്ഞു, എനിക്ക് ഈഗോ ഉള്ള ഒരു പ്രകൃതം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ട്രെയിൻഡ് ആനെ കൊണ്ടല്ലേ ഇന്ന് 10-25 ലക്ഷം റുപ്യന്റെ അക്കൗണ്ടിൽ വന്നത്. സാറിനെ ഇൻവൈറ്റ് ചെയ്ത് പറഞ്ഞു 14 ലക്ഷത്തിന്റെ വില വരുന്ന കിയ സോണറ്റ് എന്ന് പറയുന്ന വണ്ടി അച്ചീവർ ആയിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതുകൊണ്ടല്ല സുഹൃത്തുക്കളെ അങ്ങനെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളത്. ലോക അത്ഭുതങ്ങളായിട്ടുള്ള അത്ഭുതങ്ങൾ താജ്മഹൽ കാണാൻ പറ്റി, കാണിച്ചു കൊടുക്കാൻ പറ്റി ഫാമിലിനാണ്. പല ആളുകളും അത്ഭുതങ്ങൾ ബുക്കിൽ മാത്രം കാണുകയാണ്. നമുക്ക് കാണേണ്ട സുഹൃത്തുക്കളെ അത്ഭുതങ്ങളൊക്കെ നമ്മളെ ഫാമിലിക്ക് കാണണ്ടേ. അപ്പൊ സമയം ഉണ്ടെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിലും ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിലും ഒക്കെ കിട്ടും. അതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോ ഇന്ന് മുൻവിധിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പല ആളുകൾ അങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് ചെയ്തു നോക്കാം, 6 മാസം രക്ഷപ്പെടുകയാണെങ്കിലോ ഒന്ന് രക്ഷപ്പെടൂല. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മുൻവിധി ഇല്ലാതെ ചെയ്യണം, കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. ഞാൻ ഇവിടെ രക്ഷപ്പെട്ടേ പറ്റും. അങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വലിയ സാർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് മഴ പെയ്യിപ്പിച്ചിട്ടൊരു കഥ. അപ്പൊ അതിന്റെ സയൻസ് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞതാ, ഞാൻ മഴ പെയ്യുന്നത് വരെ തുള്ളി. അത് എത്രയുള്ളൂ അതിന്റെ സയൻസ്. അതേപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് എഴുതി വെക്കരുത്, ഒരു ഒരു നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് ബിസിനസ്സിൽ എന്ന് പറയുന്ന പോലെ. അതല്ലെങ്കിൽ നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ടൈം പീരീഡ് വെക്കരുത്. ഞാൻ 6 മാസം ചെയ്തു നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല സുഹൃത്തുക്കളെ. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാം. ഈ ബിസിനസ്സിൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 3 to 5 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാം. 3 to 5 ചെയ്യുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളും ഇവിടെ അച്ചീവറാണ്. കാരണം അനുഭവം കൊണ്ടാണ് സുഹൃത്തുക്കളെ പറയുന്നത്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് പല പല നേട്ടങ്ങൾ, എന്റെ നേട്ടങ്ങളെക്കാട്ടും കൂടുതൽ എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടായി കൊടുക്കാൻ പറ്റി. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഉണ്ടായി കൊടുക്കാൻ പറ്റി. ആ ഒരു ലെവലിലേക്കൊക്കെ നമുക്കാവാൻ പറ്റുന്നത് ഈ ബിസിനസിന്റെ മാഹാത്മ്യം തന്നെയാണ്. അപ്പം ദയവ് ചെയ്തിട്ട് എന്റെ എല്ലാ അസോസിയേറ്റ്സിനോടും ഞാൻ പറയാണ്, ട്രെയിനിങ്ങിന് ഇന്നും പേര് കൊടുക്കാത്ത ആളുകൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ആ FSSന് പേര് കൊടുക്കണം. എല്ലാ GTSലും വന്നിരിക്കണം. നമുക്ക് പോക്കറ്റ് ബേസ് ചെയ്തിട്ട് GTS ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കമ്പനി GTS ഉണ്ട്. GTSൽ നമ്മൾ ഇരിക്കുക, നമ്മളൊപ്പം കയറി ഇരുത്തുക. നമുക്ക് പണ്ട് 30 രൂപ എൻട്രി ഉണ്ടായിരുന്നു. കമ്പനി നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ഇന്ന് പൈസ കൂട്ടുകയാണ് വേണ്ടത്, അല്ലെ? ഒരു കമ്പനി നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ അത് എന്ത് ചെയ്യണം, 30-40ലേക്കോ 40-50ലേക്കോ മാറ്റണം. ഇന്ന് കമ്പനി എന്താ ചെയ്തത്, ആ പൈസ ഒഴിവാക്കി ഫ്രീ ആയിട്ട് വന്ന് കാണും. അപ്പൊ കമ്പനി നല്ല ലാഭത്തിൽ തന്നെയാണ് ഓടുന്നത്. ഇന്ന് പല ചിന്താഗതികളും നഷ്ടത്തിലേക്ക് പോകാനുള്ളത് നമ്മളെ മാത്രം ചിന്താഗതിനെ കൊണ്ടാണ്. വർഷത്തിൽ ആഴ്ചയിൽ വരുമാനമുണ്ട്, മാസത്തിൽ വരുമാനമുണ്ട്, ഇപ്പൊ വർഷത്തിലും വരുമാനം കൂടി. അപ്പൊ കമ്പനി നഷ്ടത്തിലല്ല സുഹൃത്തുക്കളെ, കമ്പനി വലിയ വിഷനിലാണ് ഓടുന്നത്. 2029-30 കാലഘട്ടത്തിലേക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇനിയും വരാൻ പോകുന്നു. പൈപ്പ് ലൈനിലാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ. 2030ലേക്ക് എത്തുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകളെ ആരാക്കാൻ പോവാണ്, ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററിലേക്ക് എത്തിക്കാൻ പോവാണ് കമ്പനി. ഡയമണ്ട് എക്സിക്യൂട്ടീവിലേക്ക് എത്തിക്കാൻ പോവാണ് കമ്പനി. അതിൽ ഈ പറയുന്ന ആളുകളിൽ നമ്മളാവും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ആളുകൾക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ കൂടുതലൊന്നും എക്സസിലേക്ക് ഒന്നും പോകുന്നില്ല.
ഞാൻ ഈ ട്രെയിനിന്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ ഇടുന്നത്. കാരണം നമ്മളെ മുന്നിൽ രണ്ട് പ്രോഗ്രാം നടക്കും. ഒന്ന് വൺ ഡേ ട്രെയിനിങ്, അടുത്തത് മെഗാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്. എത്രയോ കാലങ്ങൾക്ക് ശേഷം WTC ലീഡർ ഡൽഹി സാർ ഡയറക്റ്റ് വിളിക്കുന്നുണ്ട്. ബ്രോൺസ് മുതൽ മുന്നോട്ടേക്കുള്ള എല്ലാ ആളുകൾക്കും സ്റ്റേജിൽ ആയിരങ്ങളുടെ മുന്നിൽ റെക്കഗ്നൈസേഷൻ തരുന്നുണ്ട്. അവർ അച്ചീവ്മെന്റ് ആഗ്രഹിക്കാത്ത ആളുകൾ ആരുണ്ടത്? അല്ലെ? എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചായ നല്ലതാണ് എന്നുള്ളത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ പറഞ്ഞ അതിന്റെ സംതൃപ്തി അണയാൻ, അതിന്റെ സംതൃപ്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല നമ്മൾ ഒരാളുകളും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ന്യൂക്കമർ വന്നിട്ട് 10,000 ബിസിനസ് വോളിയം വന്നാൽ, ഒരു 13,500 സെയിൽസ് ഓർഗനൈസേഷൻ ഫണ്ടിലും ഒരു 13,500 സെയിൽസ് ഓർഗനൈസേഷൻ ടൂലും വന്നാൽ അത് വാങ്ങി വിൽക്കുകയാണെങ്കിൽ നമ്മൾ അതോടൊപ്പം നമ്മൾ നല്ലൊരു പേര് നമ്മൾ കിട്ടുകയാണ്. കമ്പനിയിലെ ടീമിന്റെ ബ്രോൺസ് പറയുന്ന റാങ്ക്, ആ ഒരു സ്റ്റേജിൽ കയറി ഒരു റെക്കഗ്നൈസേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു ഫോട്ടോ, അതിലൊരു കൈയടി കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ വിശ്വസിക്കാൻ പറ്റൂല. ഇതൊക്കെ കാണിച്ചിട്ട് വേണം, മോട്ടീവ് ആക്കിയിട്ട് വേണം നമുക്ക് ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആവാൻ, ഒരു കാരണമാവാൻ നമ്മുടെ ആ ഒരു പ്രോഗ്രാം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഓരോ ട്രെയിനിങ്ങിലും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പല പല കണ്ടന്റുകൾ, പല പല ഐഡിയകൾ, അതൊക്കെ നാളെ നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ, ടീമിനെ ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാൻ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു ടൂൾ ആക്കി മാറ്റാം സുഹൃത്തുക്കളെ. ഇങ്ങനെ ടൂൾ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി മാറണം? ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേഷൻ നമ്മളായി മാറണം. അങ്ങനെ മാറാൻ നമ്മൾ ഓരോ ആളുകൾക്കും സാധിക്കേ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു അവസരം തന്നിട്ടുള്ള എന്റെ എൻ്റയർ ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും, അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് അടുത്ത റാങ്കിലേക്ക് ഓരോ ആളുകളും എത്താൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ദൈവം ഈ തന്നിട്ടുള്ള ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും, ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും, അല്ലെ, നമ്മൾ സ്വയം മോട്ടീവ് ആവണല്ലോ, അങ്ങനെ നമുക്ക് ഓരോ ആളുകൾക്കും ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രിയും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന, അല്ലെ, എനിക്ക് ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഇന്നത്തെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ന്യൂ ഇയർ വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 142ഓളം ആളുകളിലേക്ക് ഈ വരുന്ന അടുത്ത വർഷം ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആരായിട്ട് വരുള്ളൂ? ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുള്ളൂ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലായിരിക്കും എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു അവസരം വൈൻഡപ്പ് ചെയ്തതായിട്ട്, അതല്ലെങ്കിൽ ഞാൻ വിട വാങ്ങുന്നതായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. കുറച്ചും കൂടി സമയം